എൻ്റെ ചേട്ടാ, ചേട്ടൻ്റെ ഒരുക്കം ഇനിയും കഴിഞ്ഞില്ലേ? ദേ, ആ പാവങ്ങൾ ഇന്റർവ്യൂവിന് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയെന്നറിയോ? എടി, ടി വിക്കാർക്ക് ഇതൊന്നും അത്ര പുത്തിരിയല്ല. അവർ ഈ മന്ത്രിമാരുടെ പ്രോഗ്രാമൊക്കെ സ്ഥിരം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. നീ അവർക്ക് കുടിക്കാൻ ചായ വല്ലതും കൊടുത്തോ? ചായ 2ാം വട്ടവും ഞാൻ കൊടുത്തു. 2ാം വട്ടം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്റർവ്യൂവിന് റെഡിയായി കഴിഞ്ഞു. ദേ, ഇവിടത്തെ ഈ ഒരുക്കം ഒന്ന് കഴിയേണ്ട താമസമേ ഉള്ളൂ. ഒന്ന് അങ്ങോട്ട് ചെന്നാട്ടെ ചേട്ടാ. ഇന്റർവ്യൂന്ന് പറഞ്ഞ് അവർ വന്ന ഉടൻ തന്നെ നമ്മൾ ഇറങ്ങി ചെന്നാലേ നമ്മളെ വെയിറ്റ് പോകില്ലേ? ഇതൊക്കെ ഞാൻ ഇനിയും തന്നെ പഠിപ്പിച്ചു തരണം. നിങ്ങൾ പറയുന്നത് എന്താ? അതെ, ഈ ചെക്കോസ്ലോവാക്യയിൽ ഞാൻ കവിയരങ്ങിന് പോയില്ലേ, അന്ന് ഞാൻ എങ്ങനെയാടി അവിടെ ഇന്റർവ്യൂവിൽ നിന്നേ? എന്നെ ചേട്ടാ എങ്ങനെ നിന്നാലും കൊള്ളാം. ചേട്ടൊന്ന് പോയാട്ടെ. ഈ പോസ് മതി അല്ലേ? മതി. ഇത് ഇതങ്ങ് ഫിക്സ് ചെയ്യാം. ആയിക്കോട്ടെ. സോറി. ഞാൻ കുറച്ച് ലേറ്റ് ആയില്ലേ? ലേറ്റ് ഒന്നും ആയില്ല. ഇങ്ങോട്ട് തന്നെ ഇരിക്കും. ഒരു പുതിയ കവിതയുടെ മണിക്കൂർ. ശരി, അവിടെ നിന്നാ. സാർ എന്തെങ്കിലും 4 വാക്ക് സംസാരിക്കണം. ഓഡിയോ ടെസ്റ്റിന്. സമൂഹ മനസാക്ഷിയുടെ വിരിമാറിൽ ആഞ്ഞു തറച്ച ചാട്ടുളികളാണ് ലംബോ കവിതകൾ. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതികളായ ഓക്കെ, താങ്ക് യു സാർ. ഇനി ലംബോ സാർ. എന്നെപ്പോലുള്ള അത്യാധുനിക കവികൾ വൃത്തവും അലങ്കാരവും നോക്കാതെ മൊട്ടയായി കവിത എഴുതുന്നു എന്നാണ് ഒരു പരാതി. ഇതിൽ തീരെ കഴമ്പില്ല. ഉദാഹരണത്തിന് എൻ്റെ തന്നെ വളരെ പ്രശസ്തമായ ഒരു കവിതയുണ്ട്, ഈ നാണിയമ്മ അഥവാ നാലുപുഴനാക്ക്. വായിച്ചു കാണും. അതിനകത്ത് ഞാൻ ഒന്ന് പാടാം, ശ്രദ്ധിക്കും. അപ്പോഴോ നാണിയമ്മ വിശിയല്ലോ തൻ 4 മുഴമുള്ള നാവ്, അയ്യോ പാവങ്ങൾ നാട്ടരപ്പോൾ ഈയം പാറ്റകൾ പോലെ ചത്തൊടുങ്ങി. ഇവിടെ ഈ വൃത്തത്തെ മൊത്തത്തിൽ ബ്രേക്ക് ചെയ്യുന്ന ഒരു സമീപനമാണ് ഞാൻ അവലംബിച്ചിട്ടുള്ളത്. എന്നാ വൃത്തം ഇല്ലേ? ഉണ്ട്, പക്ഷേ അത് അന്തർലീനമാണ്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ കവിതയോടുള്ള എൻ്റെ സമീപനം. താങ്ക് യു സാർ. ഓഡിയോ ഓക്കെ. ടെസ്റ്റിംഗ് ആയിരുന്നല്ലേ? എന്നാ ലംബോ സാറേ, നമുക്ക് തുടങ്ങാം. തയ്യാറാണല്ലോ സാറേ? നമുക്ക് തുടങ്ങാമല്ലോ. എന്നാ നമുക്കിനി അങ്ങ് തുടങ്ങല്ലേ? റോൾ വിസിയർ. റോളിംഗ്. ഇന്നത്തെ വികടകവി എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് പ്രശസ്ത വിപ്ലവ കവിയും ദാർശനികനും ചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും സർവോപരി ഈ ആണ്ടിലെ കിട്ടുണ്ണിക്കുറുപ്പ് സ്മാരക സാഹിത്യ അവാർഡ് കരസ്ഥമാക്കിയ ദേഹവുമായ ശ്രീമാൻ ലംബോയാണ്. അതായത് ലംബോ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാക്ഷാൽ ലംബോദരൻ പിള്ള സാർ. ശ്രീമാൻ ലംബോദരൻ പിള്ളയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം മലയാളക്കരയിലെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. അശേഷം എന്ന് വെച്ചാൽ ഒട്ടും തന്നെ ആവശ്യമില്ല. എനിക്ക് ശ്രീമാൻ ലംബോയോട് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം വളരെ വളരെ ലളിതമാണ്. ഈ ലളിതമായ എന്നതിലുള്ള ആ ലളിതയുണ്ടല്ലോ, അവളോടാണ് എനിക്ക് എന്നും ആവേശം. എൻ്റെ ഭാര്യ, അതായത് സഹധർമ്മിണി, അവളുടെ പേര് പോലും ലളിത എന്നാണ്. ലളിതമായ വേഷം, ലളിതമായ ഭക്ഷണം, ലളിതമായ ചില നേരം പോക്കുകൾ.
അതായത് ഈ പകിടകളി പോലുള്ള കളികൾ. ചുരുക്കി പറഞ്ഞാൽ ലളിത വായതെന്തും എനിക്കിഷ്ടമാണ്. ഇനിയും ചുരുക്കി പറഞ്ഞാൽ താങ്കളെ സംബന്ധിച്ചിടത്തോളം സർവം ലളിതമയം എന്നർത്ഥം. അതെ അതെ, അതുകൊണ്ട് തന്നെ താങ്കൾ ചോദിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ആ ലളിതമായ ചോദ്യവും എനിക്കിഷ്ടപ്പെടും. എൻ്റെ ആദ്യത്തെ ലളിതമായ ചോദ്യം ഇതാണ്: താങ്കൾ എന്തിനാ ഈ കവിത എഴുതുന്നത്? ശശാങ്കൻ, കുയിലെന്തിനു കൂവുന്നു, കാർമേഘമാലകൾ കാണുമ്പോൾ മയിലെന്തിന് നൃത്തം വയ്ക്കുന്നു, അരുവികളെന്തിന് സാഗരത്തിൽ പതിക്കുന്നു, രക്തത്തിന് വേണ്ടി മൂടുന്ന കൊതുക്, മനോഹരമായി പാടുന്ന കഴുത, ഇതൊക്കെ എന്തിനാ എന്ന് ചോദിക്കും പോലെ ഒരു നെടുവങ്കൻ ചോദ്യമാ ഇപ്പോ ശശാങ്കൻ എന്നോട് ചോദിച്ചു. സാർ, അത് വിരിയുന്ന പുഷ്പത്തിൽ നിറയുന്ന മധുപോലെ എൻ്റെ ഉള്ളിൽ കവിത ഇങ്ങനെ വന്ന് നിറയുന്നു. ഞാനത് എഴുതുന്നു. സഹൃദയരായ ബുദ്ധിജീവികൾ അത് പാടി രസിക്കുന്നു. അത്രയേ ഉള്ളൂ. താങ്കളുടെ ഹൃദയത്തിന് ഈ അസുഖം എന്ന് തുടങ്ങി കൃത്യമായി പറയാമോ? അത് ഞാനൊരു ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ എനിക്കിതുണ്ടെന്ന് സ്വർഗസ്ഥയായ എൻ്റെ അമ്മ പലപ്പോഴും പറയാറുള്ളത് ഞാൻ ഓർക്കുന്നു. ഈ ഗർഭകാലത്ത് അമ്മ ഇങ്ങനെ രാമായണം വായിക്കുമ്പോൾ ഞാൻ അവരുടെ വയറ്റിൽ കിടന്ന് ഇങ്ങനെ മൂടുമായിരുന്നു അത്ര. സത്യമാണോ സാറേ? എന്ന് പറയുന്നു. അപ്പോൾ അന്ന് ഈ കവിത എന്നിലുണ്ട്. ആട്ടെ, താങ്കളുടെ കുടുംബ പാരമ്പര്യം, ബാല്യകാല ലീലകൾ, കാവ്യദേവതയുമായുള്ള താങ്കളുടെ സുദീർഘമായ വേഴ്ച എന്ന് തുടങ്ങി താങ്കളെക്കുറിച്ചുള്ള എല്ലാ കഥകളും കവിതകളും താങ്കളിൽ നിന്ന് തന്നെ നേരിട്ടറിയാൻ ഇവിടുത്തെ പ്രേക്ഷക ലക്ഷങ്ങൾക്ക് ആകാംക്ഷ കാണുമല്ലോ. കാണും, കാണണം, കാണേണ്ടതാണ്, കണ്ടേക്കാം, ചിലപ്പോൾ കണ്ടില്ലെന്നും വരാം. തീർച്ചയായും കാണണം. താങ്കൾക്ക് അവയൊക്കെ ഒന്ന് അയവിറക്കാമോ? എൻ്റെ മുത്തശ്ശൻ മിസ്റ്റർ കൊച്ചു നീലകണ്ഠപിള്ള, അദ്ദേഹം ഈ ബ്രിട്ടീഷ് പോലീസിൽ ഒരു കോൺസ്റ്റബിളായിരുന്നു. ഏതാണ്ട് 1001 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നട്ടെല്ല് ഒറ്റ ലാത്തി കൊണ്ട് ഒറ്റത്തല്ലിന് തകർത്തതിന് ബ്രിട്ടീഷ് രാജ്ഞിയുടെ പുരസ്കാരം കിട്ടിയ ഒരു മഹാനായിരുന്നു അദ്ദേഹം. ആ കൊച്ചു നീലകണ്ഠപിള്ളയുടെ മകൻ നാണപ്പം പിള്ള, അതായത് അരയാൽപ്പറമ്പത്ത് നാണപ്പം പിള്ള എന്ന നാണു. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ അച്ഛൻ. അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു. 4ാം തവണയും SSLC പരീക്ഷ എഴുതിയിട്ട് പാസ്സാകാതെ ഞാൻ വീട്ടിൽ ചടഞ്ഞുകൂടുന്ന കാലം.